നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ ഹൈക്കോടതിക്ക് സമീപം മംഗളവരത്തിൽ കണ്ടെത്തിയ മൃതദേഹം തമിഴ്നാട് സ്വദേശിയുടേതെന്ന് സൂചന ലഭിച്ചതായി പോലീസ്. മരിച്ചയാൾ സ്ഥിരം റോഡിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നയാളാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇയാൾ പലപ്പോഴും വസ്ത്രമില്ലാതെ നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മദ്യപിച്ച് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിക്കുമ്പോൾ കമ്പി കുത്തിക്കയറി മരിച്ചതാവാനാണ് സാധ്യതയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മലദ്വാരത്തിലും തുടയിലും കമ്പി കുത്തിക്കയറിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിൽ മറ്റു മുറിവുകൾ കണ്ടെത്തിയിട്ടില്ല. ഇയാൾ ധരിച്ചിരുന്ന പാന്റ് സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. NIO കെട്ടിടത്തിന്റെ ഗേറ്റിൽ കൊരുത്ത നിലയിലായിരുന്നു മൃതദേഹം. സുരക്ഷാ ജീവനക്കാരാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 10 അടിയോളം ഉയരമുള്ള ഗേറ്റിനു സമീപം കമ്പി തുളഞ്ഞു കയറിയ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കിടക്കുന്നത്. പ്രദേശത്ത് അരഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും പോലീസ് പറയുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അയക്കും. രാവിലെ നടക്കാൻ പോയ നാട്ടുകാരാണ് മൃതദേഹം കണ്ടതും പോലീസിനെ വിവരം അറിയിച്ചത്. ഹൈക്കോടതിക്ക് പിൻവശത്തായുള്ള മംഗളവരത്തിന്റെ ഭാഗത്ത് സുരക്ഷയ്ക്ക് ആളുണ്ടെങ്കിലും രാത്രിയായാൽ ഇവിടെ ഗേറ്റ് അടയ്ക്കും. അതിനാൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. CMF RIയുടെ പിൻവശത്തായാണ് മംഗളവനം. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. അതിനിടെ മറ്റൊരു സംഭവത്തിൽ പാറശാല ഷാരോൺ വധക്കേസ് ഗ്രീഷ്മയ്ക്കെതിരെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. കാപ്പിക് എന്ന കളനാശിനി കഷായത്തിൽ ചേർത്ത് ഷാരോണിനെ കുടിപ്പിച്ചതിന് 3 മണിക്കൂർ മുൻപ് വിഷത്തിന്റെ പ്രവർത്തന രീതി 1-ാം പ്രതി വിക്കിപീഡിയയിലൂടെ പഠിച്ചതിനുള്ള ശാസ്ത്രീയ തെളിവാണ് പ്രോസിക്യൂഷൻ നിരത്തിയത്. നെയ്യാറ്റിൻകര സെഷൻസ് ജഡ്ജി AM ബഷീറിന്റെ മുന്നിൽ തിരുവനന്തപുരം ഫോറൻസിക് ലാബ് അസിസ്റ്റന്റ് ഡയറക്ടർ AS ദീപയാണ് തുറന്ന കോടതിയിൽ ഡിജിറ്റൽ രേഖകൾ സ്ക്രീനിൽ പ്രദർശിപ്പിച്ച് തെളിവ് നൽകിയത്. ജ്യൂസ് ചലഞ്ചിലൂടെ അമിത അളവിൽ പാരസെറ്റമോൾ കൊടുത്തതിന്റെ അന്നും ഇത്തരത്തിൽ ഇന്റർനെറ്റിലൂടെ പ്രവർത്തന രീതി ഗ്രീഷ്മ മനസ്സിലാക്കിയിരുന്നു. സംഭവ ദിവസം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് സുഹൃത്ത് രജനുമായി ഷാരോൺ രാജ് ബൈക്കിൽ പോയതും വന്നതുമായ ദൃശ്യങ്ങളും ഗ്രീഷ്മ ഉൾപ്പെടെയുള്ളവരുടെ രൂപവും ഒന്നാണെന്നുള്ള തെളിവും സാക്ഷി പറഞ്ഞു. 2022 ഒക്ടോബർ 14 ഷാരോൺ രാജിന് വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും സംഭവശേഷം സോറി പറയുന്നതും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങിക്കഴിച്ച് ഛർദിൽ മാറ്റാൻ പറയുന്നതും കഷായത്തിന് ശേഷം കൊടുത്ത ജ്യൂസിന്റെ കുഴപ്പമാണെന്ന് വോയിസ് മെസ്സേജിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ തെളിവുകൾ പ്ലേ ചെയ്ത് രേഖപ്പെടുത്തി. തൃപ്പരപ്പിലെ ഹോട്ടലിൽ താമസിക്കുന്നതിലേക്ക് ഗ്രീഷ്മയുടെ ഫോണിൽ നിന്ന് സെർച്ച് നടത്തിയതും തെളിഞ്ഞു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാറിന്റെ മുഖ്യ വിസ്താരത്തിലാണ് നിർണായക ഡിജിറ്റൽ തെളിവുകൾ കോടതി രേഖപ്പെടുത്തിയത്. തെളിവ് നശിപ്പിച്ചതിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മല സുകുമാരൻ നായരും കൂട്ട് പ്രതികളാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ജോൺസൺ തിങ്കളാഴ്ച തെളിവ് നൽകും. 2021 ഒക്ടോബർ മുതൽ ഷാരോൺ രാജും ഗ്രീഷ്മയും പ്രണയത്തിലായിരുന്നു. 2022 മാർച്ച് 4 മറ്റൊരു വിവാഹം നിശ്ചയിച്ചതിനെ തുടർന്ന് ഷാരോണുമായി പിണങ്ങി. 2022 മെയ് മുതൽ ഷാരോണുമായി വീണ്ടും അടുപ്പത്തിലായി. നവംബറിൽ ഷാരോണിന്റെ വീട്ടിൽ വെച്ച് താലി കെട്ടി. പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ച് താലി കെട്ടി. തൃപ്പരപ്പിലുള്ള ഹോട്ടലിൽ ഇരുവരും ചേർന്ന് മുറിയും എടുത്തു. 14-ാം തീയതി വീട്ടിൽ ആരുമില്ലെന്നും വരണമെന്നും ആവശ്യപ്പെട്ട ഗ്രീഷ്മ ഇവിടെ വെച്ച് ഷാരോണിന് കഷായം നൽകുകയായിരുന്നു. കഷായം കുടിച്ച ഷാരോൺ ഛർദിച്ചു. തിരിച്ച് പോകുമ്പോൾ ബൈക്കിൽ വച്ചും ഛർദിച്ചു. ഗ്രീഷ്മ കഷായം തന്നെന്നും ചതിച്ചെന്നും സുഹൃത്തിനോട് ഷാരോൺ പറഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മയ്ക്ക് കൊലപാതകത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നും അമ്മാവനാണ് തെളിവുകൾ നശിപ്പിക്കാൻ ഗ്രീഷ്മയെ സഹായിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.